നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. കാട്ടുപന്നികളെ വെടിവെക്കാൻ അനുമതി. തിരൂർ, വളവന്നൂർ, തലക്കാട് ഗ്രാമപഞ്ചായത്തുകളിലും ജനവാസ മേഖലകളിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും കാർഷിക വൃത്തിയും നാശം വരുത്തുന്ന അക്രമകാരികളായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്നതിന് അനുമതിയായി. സർക്കാർ ഉത്തരവ് അനുസരിച്ച് മാനദണ്ഡങ്ങൾ പാലിച്ച് ആഷിയാന റാബിറ്റ് ഫാം ഉടമയായ ഡോക്ടർ മിഗ്ദാദ് മുള്ളത്തയിൽ എന്ന ഷൂട്ടറെയാണ് നിയമിച്ചത്. സ്വന്തമായി തോക്കും ഷാർപ്പ് ഷൂട്ടിംഗിലെ പ്രാവീണ്യം എന്നിവ പരിഗണിച്ച് ഓണിറ്റി വൈൽഡ് ലൈഫ് വാർഡനാണ് ഉത്തരവിറക്കിയത്. പഞ്ചായത്തിന്റെ റിപ്പോർട്ട് പരിശോധന ശേഷമാണ് മിഗ്ദാദിനെ നിയമിച്ചത്. കാട്ടുപന്നികളെ ക്ഷുദ്രജീവിയായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജാൻ മീഡിയ ന്യൂസ്, തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ഏറ്റവും നല്ല മുയൽ കർഷകനുള്ള കേരള സർക്കാരിന്റെ ജീവനം അവാർഡും UK ഇന്റർനാഷണൽ ഫാം മാനേജ്മെന്റ് അസോസിയേഷന്റെ അംഗീകാരവും നേടിയെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ മുയൽ വളർത്തൽ കേന്ദ്രം ആഷിയാന റാബിറ്റ് ഫാം, മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് സമീപം, താഴെപ്പാലം, തിരൂർ. ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന ഒമേഗ 3 ലിനോലിക് ആസിഡ് അടങ്ങിയ കൊഴുപ്പില്ലാത്ത ഔഷധ ഗുണമുള്ള മുയൽ ഇറച്ചിക്കും മുയൽ വളർത്തൽ യൂണിറ്റിനുമായി റഷ്യൻ ഇനങ്ങളായ സോവിയറ്റ് ചിഞ്ചില, ഗ്രേ ജയന്റ്, വൈറ്റ് ജയന്റ്, ക്രോസ് ബ്രീഡ്, UK-യിലെ ന്യൂസിലാൻഡ് വൈറ്റ്, തുർക്കിയിലെ രോമത്തിനു വേണ്ടി വളർത്തുന്ന അങ്കോറ ഇനത്തിൽപ്പെട്ട മുയലുകൾ എന്നിവയുടെ വിപുലമായ ശ്രേണിയൊരുക്കി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആയിരക്കണക്കിന് യൂണിറ്റുകളുമായി കാർഷിക കെടുതികൾക്ക് മോചന മന്ത്രവുമായി ആഷിയാന റാബിറ്റ് ഫാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനകീയ ആസൂത്രണ പരിപാടിയിൽ ഉൾപ്പെടുത്തി വ്യക്തികൾ, കുടുംബശ്രീ, അയൽക്കൂട്ടങ്ങൾ, ട്രസ്റ്റുകൾ, സൊസൈറ്റികൾ എന്നിവ മുഖാന്തരം ലാഭകരമായി ചെയ്യാവുന്ന മുയൽ വളർത്തൽ യൂണിറ്റുകൾക്ക് ആവശ്യമായ വിത്തുമുയലുകളെ ആഷിയാന റാബിറ്റ് ഫാമിൽ നിന്നും നൽകി അവയിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന ഇറച്ചി മുയലുകളെ മെച്ചപ്പെട്ട വില നൽകി തിരികെ വാങ്ങുന്ന കേരളത്തിലെ ഒരേയൊരു സ്ഥാപനം. 1-10 മുയൽ പെരുകുന്നു, ഒപ്പം നിങ്ങളുടെ സമ്പാദ്യവും. ആഷിയാന റാബിറ്റ് ഫാം, മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 0494242905, മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.